ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്, കാരണം എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. അതേ ഗൈസ്, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിന് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്, കാരണം ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ വ്ളോഗാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മളിന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോട് നമുക്ക് അപ്പവും മട്ടൻ കറിയുമാണ്. അപ്പോൾ നമുക്ക് മട്ടൻ കറിയുടെ വ്ളോഗാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് മട്ടൻ കറിയുടെ പ്രിപ്പറേഷൻസ് നോക്കാം. മട്ടൻ കറിയുടെ പ്രിപ്പറേഷൻസിലാണോ സോളെ? ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? മട്ടൺ അങ്ങോട്ട് വേവിക്കാൻ എടുത്ത് വെക്കാൻ പോവാണ്. രണ്ടാം പാൽ ഒഴിച്ച് ഇച്ചിരി മസാലപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് 4 പച്ചമുളകും സവാളയും കൂടെ കീറിയിട്ട് ഇപ്പൊ മട്ടൻ കറി വേവിക്കാൻ പോവാണ്. അപ്പൊ ഇത് നമ്മള് എല്ലാം പരട്ടി കുക്കറിലാക്കാൻ പോവാണല്ലേ? അതെ, കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 സീറ്റി അടിച്ചിട്ട് വേണം. ബാക്കി എത്ര സീറ്റി വേണം മട്ടൺ വേവാൻ? അങ്ങനൊന്നുമില്ല, ഓരോ മട്ടനും ഓരോ പോലാണോ? മമ്മി എത്ര ചെയ്യുന്നേ? ഞാനൊരു 4 സീറ്റി അടിക്കല്ലേ? നമ്മുടെ മട്ടൺ ഇവിടെ കുക്കറിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഇത് 4 സീറ്റ് ചെയ്താണ് മമ്മി പറഞ്ഞത്. അപ്പോൾ നമുക്ക് 4 സീറ്റ് അടിച്ചിട്ട് കാണാം ഗൈസ്. നമ്മുടെ മട്ടൺ ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മൾ ഈ വക സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉരുളി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എന്താണ് ഇടുന്നത്? കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടുന്നത് കാണാം ഗൈസ്. കടുക് പൊട്ടി കഴിയുമ്പോൾ മസാലയുടെ എല്ലാം കൂടി ഇടുക. 4 മുളക് കൂടെ ഇട്ടിട്ട് പച്ചൽ മുളക് കുറച്ച് മുറുക്ക് പറയണേ. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് ഇടാം. വെളുത്തുള്ളി ഇട്ടോ. സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിനകത്ത് സവാളയും കൊച്ചുള്ളിയും മുളകും കരിയാപ്പല അല്ലേ? ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഗൈസ്. ചൂട്ടും കൂടെ ഇടുക. ഉള്ളി മുളകൊന്ന് വഴങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വഴങ്ങിയിട്ട് പിന്നെ ക്യാപ്സിക്കം, പൊട്ടറ്റോ, ക്യാരറ്റ്, ടൊമാറ്റോ ഇതെല്ലാം ഇപ്പം നല്ല കളർഫുള്ളായിട്ടുണ്ട് ഗൈസ്. അതിനകത്ത് എല്ലാ കളറും എത്തിയിട്ടുണ്ട്. തോന്നുന്നു കാണാൻ നല്ല രസമുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളിയും ടൊമാറ്റോ എല്ലാം ഒന്ന് വഴങ്ങിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് മട്ടൻ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ കൈ കിട്ടുന്നതാണ് വാങ്ങുന്നത്, അളന്ന് സ്പൂൺ കൊണ്ട് അളന്നിടാറില്ല. അതെ ഗൈസ്, ഇതെല്ലാം കൈയളവാണ്. അതുകൊണ്ട് അതിന് അളവൊന്നും ചോദിക്കല്ല. സാധനങ്ങളെല്ലാം പറഞ്ഞുതരാം ഗൈസ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇതിലങ്ങ് ഇടുക. ഇതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി ഇടണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇടണം. അതിനകത്ത് നമ്മൾ
രണ്ടാം പാൽ ചേർത്ത് വെക്കുമ്പോൾ ഓൾറെഡി ഇത്തിരി വെള്ളം ഉണ്ട്. അത് ഇനി വെള്ളം ചേർക്കുന്നില്ല ഇപ്പോൾ. മട്ടൺ ഓൾറെഡി ഒരുമാതിരി വേവായതാണ്. കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ വേവാനുള്ള ടൈം എടുക്കുക. മുറുകി വരാൻ വേണ്ടി ഞാൻ ഇത്തിരി നട്ട്സ് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നട്ട്സ് എന്താ, കാഷ്യൂനട്ട് മാത്രമാണോ? കാഷ്യൂനട്ട് മാത്രം. കറി ഒരുമാതിരി കുറി ഉണ്ടെങ്കിൽ ഒന്നാം പോലെ വെച്ചത് വാങ്ങാം. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞോ? കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ ഇത്തിരി മല്ലിയില ഇടണം. ഫൈനൽ സ്റ്റേജ് ആയിട്ട് നമ്മളിവിടെ മല്ലിയിലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗായ്സ്. ഇനിയും നമുക്കിത് കുറച്ചതിന് എടുത്തിട്ട് കാണാം ഗായ്സ്. അപ്പം നമ്മുടെ മട്ടൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോയി ഇത് കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. നമുക്കനി ഇപ്പം അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.